ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീയിങ് എന്ന വാക്കും ആയിട്ട് ചേർന്ന് വരുന്ന ചില ഫ്രേസസ്. ഇത് നമുക്ക് സംസാരിക്കുമ്പോഴായാലും എഴുതുമ്പോഴായാലും ഒക്കെ ഉപയോഗിക്കാം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ചില ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓൺ ബീയിങ്, ബൈ ബീയിങ്, ഫോർ ബീയിങ്, ആഫ്റ്റർ ബീയിങ്, ബിഫോർ ബീയിങ്, വിതൗട്ട് ബീയിങ്, ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓരോന്നായിട്ട് ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസണാണ് ഇത്. ഓൺ ബീയിങ്. ഓൺ എന്നത് ഒരു പ്രപ്പോസിഷനാണ്. ഓൺ ബീയിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ടൈമിനെ കാണിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓൺ ബീയിങ് ടോൾഡ് ദ ന്യൂസ്, ഷീ ലെഫ്റ്റ്. ഓൺ ബീയിങ് ടോൾഡ് ദ ന്യൂസ്, ന്യൂസ് പറഞ്ഞപ്പോൾ തന്നെ അവൾ പോയി. ഷീ ലെഫ്റ്റ്. ഷീ ലെഫ്റ്റ് അതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള നടക്കുന്ന ആക്ഷൻ. ഷീ ലെഫ്റ്റ്, അവൾ പോയി. അതെപ്പോഴാണ്? ഓൺ ബീയിങ് ടോൾഡ് ദ ന്യൂസ്. ആ ന്യൂസ് പറഞ്ഞപ്പോൾ തന്നെ. ഈ പറയുക എന്നത് ഓൺ ബീയിങ് ടോൾഡ് എന്ന് പറയുന്നത് വെൻ ഷീ വാസ് ടോൾഡ് ദ ന്യൂസ്. അവളോട് ന്യൂസ് ആരോ പറഞ്ഞതാണ്. അവളല്ല ന്യൂസ് പറഞ്ഞത്, അവൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. വെൻ ഷീ വാസ് ടോൾഡ് ദ ന്യൂസ് ഷീ ലെഫ്റ്റ്. അപ്പോൾ ഓൺ ബീയിങ് ടോൾഡ് ദ ന്യൂസ് ഷീ ലെഫ്റ്റ്. അപ്പോൾ ഓൺ ബീയിങ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. അതൊരു പാസീവ് ഫോമിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് അവിടെ. ഓൺ ബീയിങ് ടോൾഡ് എന്ന് പറയുമ്പോൾ, ഓൺ ബീയിങ് ടോൾഡ് എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് ഫോമിലുള്ളൊരു കൺസ്ട്രക്ഷനാണ്. ഓൺ ബീയിങ് ഇൻഫോംഡ്, ഓൺ ബീയിങ് ആസ്ഡ്, അവിടെ മീനിങ് വരുന്നത് അറ്റ് ദ ടൈം ഓഫ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ. ആ ഒരു സമയം ആണ് അവിടെ പറയുന്നത്. ഓൺ ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ്, ഹീ ഷൂക്ക് ഹാൻഡ്സ്, പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ. ഹീ ഷൂക്ക് ഹാൻഡ്സ്, ഷേക്ക് ഹാൻഡ് കൊടുത്തു അവൻ. അപ്പോൾ ഇവിടെ അവിടെ ഒരു പാസീവ് ഫോമാണ്. വെൻ ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് എന്നാണ് മീനിങ്. ഓൺ ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ്. എന്നാൽ വെൻ ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, മറ്റുള്ളവരാണ് അവനെ പരിചയപ്പെടുത്തിയത്, അവനല്ല പരിചയപ്പെടുത്തിയത്. മറ്റുള്ളവർ അവനെ പരിചയപ്പെടുത്തിയപ്പോൾ അവൻ ഹി ഷൂക്ക് ഹാൻഡ്സ്. അപ്പോൾ ഓൺ ബീയിങ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ആഫ്റ്റർ ബീയിങ്. ആഫ്റ്റർ ബീയിങ് എന്ന് ഉപയോഗിക്കുന്ന ആ ഒരു ഫ്രേസ് അതും ഒരു പാസീവ് ഫോമിലുള്ള കൺസ്ട്രക്ഷനിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ ബീയിങ് റിവ്യൂഡ്, ദ പ്രൊപ്പോസൽ വാസ് അപ്രൂവ്ഡ്. ആഫ്റ്റർ ബീയിങ് റിവ്യൂഡ്, റിവ്യൂ ചെയ്യപ്പെട്ട ശേഷം. റിവ്യൂ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊപ്പോസൽ അപ്രൂവ് ചെയ്തു, അപ്രൂവ് ചെയ്യപ്പെട്ടു. ആഫ്റ്റർ ബീയിങ് റിവ്യൂഡ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഇറ്റ് വാസ് റിവ്യൂഡ്. ആഫ്റ്റർ ഇറ്റ് വാസ് റിവ്യൂഡ് ആണ് ആഫ്റ്റർ ബീയിങ് റിവ്യൂഡ് എന്നാക്കി മാറ്റുന്നത്. അത് രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇത് ഒരു പാസീവ് ഫോമിലുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ്. ആഫ്റ്റർ ബീയിങ് റിവ്യൂഡ്. ആഫ്റ്റർ ബീയിങ് ഇൻസൾട്ടഡ്, അതായത് ഇൻസൾട്ട് ചെയ്യപ്പെട്ട ശേഷം. ആഫ്റ്റർ ബീയിങ് പ്രൊമോട്ടഡ്, പ്രൊമോട്ട് ചെയ്യപ്പെട്ട ശേഷം. ആഫ്റ്റർ ബീയിങ് ക്രിറ്റിസൈസ്ഡ്, വിമർശിക്കപ്പെട്ട ശേഷം. ആഫ്റ്റർ ബീയിങ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്, പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യപ്പെട്ട ശേഷം. അതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഷീ ഫെൽറ്റ് റിലീവ്ഡ് ആഫ്റ്റർ ബീയിങ് റിലീസ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട ശേഷം ഷീ ഫെൽറ്റ് റിലീവ്ഡ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അവൾക്കപ്പോൾ ആശ്വാസമായി. ഷീ ഫെൽറ്റ് റിലീവ്ഡ് ആഫ്റ്റർ ഷീ വാസ് റിലീസ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ എന്നാണ്. ഷീ വാസ് റിലീസ്ഡ്, അതാണ് ആഫ്റ്റർ ബീയിങ് റിലീസ്ഡ് എന്നാക്കി മാറ്റുന്നത്. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെ. ഇനി അതുപോലെ തന്നെയാണ് ബിഫോർ ബീയിങ് നമുക്ക് ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് എന്നർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതും ഒരു പാസീവ് ഫോം തന്നെയാണ്. The documents must be checked before being submitted. Before being submitted. നോക്കൂ, സബ്മിറ്റഡ് എന്ന് പറയുന്നത് വേർബിൻ്റെ തേർഡ് ഫോമാണ്. ബീയിങ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വേർബിൻ്റെ തേർഡ് ഫോം തന്നെയാണ് ഇവിടെയൊക്കെ. കാരണം ഇതൊരു പാസീവ് ഫോമിലുള്ള കൺസ്ട്രക്ഷൻ ആണ്. ദ ഡോക്യുമെന്റ്സ് മസ്റ്റ് ബി ചെക്ക്ഡ്, അതായത് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യപ്പെടണം. ബിഫോർ ബീയിങ് സബ്മിറ്റഡ്, സബ്മിറ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ്.
ബിഫോർ ബീയിങ് സബ്മിറ്റഡ്. ബിഫോർ ദേ ആർ സബ്മിറ്റഡ് എന്നാണ് ഇതിന്റെ മീനിങ്. ഡോക്യുമെന്റ്സ് മസ്റ്റ് ബി ചെക്ക്ഡ് before they are submitted. The documents must be checked before being submitted. Next one, by being. By. നമ്മൾ സാധാരണ അത് ഉപയോഗിക്കാറുണ്ട്. ബൈ ഒരു മാർഗത്തെ പറ്റി പറയുമ്പോൾ ഏത് വഴിയാണ് അത് ചെയ്തത് എന്നതിന് വേണ്ടി ബൈ എന്ന ഒരു പ്രപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബൈ ബീയിങ് എന്നത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് തന്നെയാണ്. ഷീ സക്സീഡഡ് ബൈ ബീയിങ് പെർസിസ്റ്റന്റ്. ബൈ ബീയിങ് പെർസിസ്റ്റന്റ്. ഷീ സക്സീഡഡ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. പെർസിസ്റ്റന്റ് ആയിക്കൊണ്ട് ഷീ സക്സീഡഡ്, അവൾ വിജയിച്ചു. അപ്പോൾ ബൈ ബീയിങ് എന്താണ് മെത്തേഡ്? ആ സക്സസ് കിട്ടാനുള്ള ഒരു മെത്തേഡ് പെർസിസ്റ്റന്റ് ആയിരിക്കുക എന്നത്. അപ്പോൾ പെർസിസ്റ്റന്റ് ആയിരുന്നുകൊണ്ട് ഷീ സക്സീഡഡ് ബൈ ബീയിങ് പെർസിസ്റ്റന്റ്. പെർസിസ്റ്റന്റ് എന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവ് ആണ്. പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ഥിരമായിട്ട്, സ്ഥിരോത്സാഹത്തോടു കൂടി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ട്. ഇപ്പോൾ പല ഒബ്സ്റ്റക്കിൾസ് വരും, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്നിട്ടും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ട്, അതാണ് പെർസിസ്റ്റന്റ് ആവുക എന്ന് പറയുന്നത്. ഷീ സക്സീഡഡ് ത്രൂ ഹെർ പെർസിസ്റ്റൻസ്. അപ്പോൾ ഷീ സക്സീഡഡ് ത്രൂ ഹെർ പെർസിസ്റ്റൻസ്. സ്ഥിരോത്സാഹത്തിൽ കൂടി അവൾ വിജയിച്ചു. അത് ഒരു മാർഗം ആണ്, മെത്തേഡ് ആണ്. അപ്പോൾ ബൈ ബീയിങ് അവിടെയാണ് ഉപയോഗിക്കുന്നത്. യു ക്യാൻ ബിൽഡ് ട്രസ്റ്റ് ബൈ ബീയിങ് ഓണസ്റ്റ്. സത്യസന്ധനായിക്കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം നേടിയെടുക്കാൻ പറ്റും. അവിടെ സത്യസന്ധത പുലർത്തുന്നതിലൂടെ എന്നാണ്. മീൻസ് അല്ലെങ്കിൽ മെത്തേഡ് ആണ് അവിടെ പറയുന്നത്. ബൈ ബീയിങ് ഓണസ്റ്റ്, ബൈ ബീയിങ് കൈൻഡ്, ബൈ ബീയിങ് പേഷ്യൻറ്റ്, ക്ഷമാശീലനായിക്കൊണ്ട്. ഇനി അടുത്തത് ഫോർ ബീയിങ്. ഇത് നമ്മൾ ഒരു റീസൺ അല്ലെങ്കിൽ കോസ് പറയുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഹീസ് ഫേമസ് ഫോർ ബീയിങ് എ ഗ്രേറ്റ് സിംഗർ. അപ്പോൾ ഹീസ് ഫേമസ്, അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരാളാണ്. ആ പ്രസിദ്ധി എങ്ങനെ കിട്ടിയതാണ്? ഫോർ ബീയിങ് എ ഗ്രേറ്റ് സിംഗർ. അത് എന്ത് കാരണം കൊണ്ടാണ് ഫേമസ് ആയത് എന്നാണ് പറയുന്നത്. ഫോർ ബീയിങ് എ ഗ്രേറ്റ് സിംഗർ. അവിടെ റീസൺ ആണ് ഫോർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദ ടീം. ഐ ആം ഗ്രേറ്റ്ഫുൾ, ഞാൻ നന്ദി ഉള്ള ആളാണ്. എന്താണ് അതിന് റീസൺ? ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദ ടീം. ഈ ടീമിൻ്റെ ഒരു പാർട്ടായതിൽ, അതാണ് കാരണം. അതിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദ ടീം. അതിൻ്റെ മീനിങ് എന്താ? ഐ ആം ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഐ ആം പാർട്ട് ഓഫ് ദ ടീം. അതുപോലെ തന്നെയാണ് ഹീസ് ഫേമസ് ഫോർ ബീയിങ് എ ഗ്രേറ്റ് സിംഗർ എന്ന് പറയുമ്പോൾ ഹീസ് ഫേമസ് ബിക്കോസ് ഹീസ് എ ഗ്രേറ്റ് സിംഗർ. അവിടെയൊക്കെ റീസൺ. ഫോർ ബീയിങ് പേഷ്യൻ്റ് ആയിരുന്ന ആയിരിക്കുക എന്ന ഒരു കാരണം കൊണ്ട്. ഫോർ ബീയിങ് കൈൻഡ്, ദയുള്ള ആയിരിക്കുന്നു എന്ന കാരണം കൊണ്ട്. നെക്സ്റ്റ് വൺ, വിതൗട്ട് ബീയിങ്. ഷീ ലെഫ്റ്റ് വിതൗട്ട് ബീയിങ് നോട്ടീസ്ഡ്. നോട്ടീസ് ചെയ്യപ്പെടാതെ അവൾ പോയി. ഷീ ലെഫ്റ്റ് വിതൗട്ട് ബീയിങ് നോട്ടീസ്ഡ്. നോബഡി നോട്ടീസ്ഡ് ഹെർ എന്നാണ് ഇവിടെ മീനിങ്. ഒരാളും നോട്ടീസ് ചെയ്തില്ല അവളെ. അപ്പോൾ നോട്ടീസ് ചെയ്യപ്പെടാതെ അവൾ പോയി. ഷീ ലെഫ്റ്റ് ആൻഡ് നോബഡി നോട്ടീസ്ഡ്. വിതൗട്ട് ബീയിങ് സീൻ, വിതൗട്ട് ബീയിങ് നോട്ടീസ്ഡ്, വിതൗട്ട് ബീയിങ് ഹേർഡ് കേൾക്കപ്പെടാതെ, വിതൗട്ട് ബീയിങ് സീൻ കാണപ്പെടാതെ, വിതൗട്ട് ബീയിങ് കോട്ട് പിടിക്കപ്പെടാതെ, കോട്ട്, സീൻ, നോട്ടീസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ വെർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതെല്ലാം പാസീവ് ഫോമിലുള്ള കൺസ്ട്രക്ഷൻസ് തന്നെയാണ്. വിതൗട്ട് ബീയിങ് നോട്ടീസ്ഡ്, വിതൗട്ട് ബീയിങ് സീൻ, വിതൗട്ട് ബീയിങ് ഹേർഡ് എന്നൊക്കെ പറയുമ്പോൾ. ഹി സോൾവ്ഡ് ദ പസിൽ വിതൗട്ട് ബീയിങ് ടോൾഡ്. അദ്ദേഹം ആ പസിൽ സോൾവ് ചെയ്തു. വിതൗട്ട് ബീയിങ് ടോൾഡ്, ആരും അദ്ദേഹത്തോട് പറയാതെ തന്നെ എന്നാണ്. പറയപ്പെടാതെ എന്ന് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ല, പക്ഷെ ആരും അദ്ദേഹത്തോട് പറയാതെ തന്നെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹി സോൾവ്ഡ് ദ പസിൽ വിതൗട്ട് ബീയിങ് ടോൾഡ്. ടെൽ എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ടോൾഡ്. നോബഡി ടോൾഡ് ഹിം. ഇനി നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ്. ഇവിടെ
നമുക്ക് ഒരു റിയാലിറ്റി, യാഥാർത്ഥ്യവും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെക്ടേഷനും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. ഹീസ് ലേസി ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഹാർഡ് വർക്കിംഗ് ആയിട്ട് നല്ല പരിശ്രമിക്കുന്ന ഒരാളെയാണ്. പക്ഷേ ഹീസ് ലേസി, റിയാലിറ്റി എന്താ? ലേസിയാണ്, മടിയനാണ്. ഹീസ് ലേസി ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹാർഡ് വർക്കിംഗ്. ദേ ആർ ഫ്രണ്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് എനിമീസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ ശത്രുക്കളാണ് എന്നുള്ളതാണ്. ശത്രുക്കളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ് ആകേണ്ടത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ദേ ആർ ഫ്രണ്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് എനിമീസ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ദം ടു ബി എനിമീസ് ബട്ട് ദേ ആർ ഫ്രണ്ട്സ്. അതാണ് റിയാലിറ്റി. അപ്പോൾ ഇന്ന് പഠിച്ച ഫ്രേസസ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ചുകൂടെ? അതൊക്കെ പല ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരത്തിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ലെസൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഹൈപ്പ് ചെയ്യുകയും വേണം. ഹൈപ്പ് ചെയ്താൽ മാത്രമേ ഈ ലെസൺസ് മറ്റുള്ളവരിലേക്കും എത്തുകയുള്ളൂ. യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഹൈപ്പ് ചെയ്യണം നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക.